നമസ്കാരം. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൈനിക സംഘർഷത്തിന് ശേഷം ആഗോളതലത്തിൽ ആശയവിനിമയ പരിപാടികളിൽ പങ്കെടുക്കുന്ന ഇന്ത്യ പാകിസ്ഥാൻ പ്രതിനിധി സംഘങ്ങൾ വാഷിംഗ്ടൺ ഡിസിയിൽ ഏറ്റുമുട്ടലിന് സാക്ഷ്യം വഹിക്കാൻ സാധ്യതയുണ്ട്. ഭീകരതയെ പിന്തുണയ്ക്കുന്നതിലും ഇന്ത്യയിൽ അശാന്തി സൃഷ്ടിക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങളിലും പാകിസ്ഥാൻ നടത്തുന്ന നിലപാടുകൾ തുറന്നു കാട്ടുന്നതിനായി കോൺഗ്രസ് എംപി ശശി തരൂരിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ പാനൽ യുഎസിലെത്തി. ബിലാവൽ ഭൂട്ടോയുടെ നേതൃത്വത്തിലുള്ള പാകിസ്ഥാൻ പ്രതിനിധി സംഘവും ഈ കാലയളവിൽ യുഎസിലുണ്ടാകും. വാഷിംഗ്ടണിൽ അമേരിക്കയിലെ പാകിസ്ഥാൻ പ്രതിനിധി സംഘത്തിന്റെ രസകരമായ ഒരു പ്രതിഭാസം നമുക്ക് കാണാൻ കഴിയും. ഏതാണ്ട് അതേ ദിവസങ്ങളിൽ തന്നെ നമ്മളും അവരും ഒരേ തീയതിയിൽ വാഷിംഗ്ടണിലായിരിക്കും. അതിനാൽ ഒരേ നഗരത്തിൽ രണ്ട് ദ്വന്ദ്വ പ്രതിനിധി സംഘങ്ങൾ ഉള്ളതിനാൽ താല്പര്യം വർദ്ധിക്കാനും സാധ്യത കൂടുതലാണ്. ഇതൊരു വെല്ലുവിളി നിറഞ്ഞ അന്തരീക്ഷമാണ്. അമേരിക്ക വളരെ തിരക്കേറിയ ഒരു മാധ്യമ ഇടമാണ്, ലോകത്തെ വാർത്തകൾ സൃഷ്ടിക്കുന്ന രാജ്യം. അതിനാൽ നമ്മുടെ കഥ അവരുടെ മനസ്സിൽ ഉയർന്നു വരണമെന്നില്ല. എന്നാൽ ദക്ഷിണ ഏഷ്യയെക്കുറിച്ച് ശ്രദ്ധിക്കുന്നവര് ഏറെയുമുണ്ട്, ഇന്ത്യയെക്കുറിച്ച് ശ്രദ്ധിക്കുന്നവരേറെയുമുണ്ട്. തീവ്രവാദത്തെക്കുറിച്ച് ശ്രദ്ധിക്കുന്നവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റാൻ കഴിയുമെങ്കിൽ നമുക്ക് നമ്മുടെ സന്ദേശം വളരെ എളുപ്പത്തിൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയും. സർക്കാർ ഉദ്യോഗസ്ഥരും പൊതുജനാഭിപ്രായം രൂപീകരിക്കുന്ന കമ്മിറ്റികളും ഉൾപ്പെടെയുള്ള സ്വാധീനമുള്ള ആളുകളുമായി പ്രതിനിധി സംഘം ചർച്ചകൾ നടത്തുമെന്ന് നിശ്ചയിച്ചിരിക്കുന്ന യോഗത്തിന്റെ വിശദാംശങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ട് തരൂർ പറഞ്ഞതാണ്. നിരവധി അമേരിക്കൻ ചാനലുകൾ, പ്രക്ഷേപകർ, പോഡ്കാസ്റ്റർമാർ എന്നിവയ്ക്ക് തരൂർ അഭിമുഖങ്ങൾ നൽകും. എല്ലാ തലങ്ങളിലും യുഎസ് ഞങ്ങൾക്ക് പ്രധാനമാണ്. സുരക്ഷാ കൗൺസിൽ ഒരർത്ഥത്തിൽ യുഎസുമായുള്ള നമ്മുടെ ബന്ധത്തിന്റെ ഒരു ചെറിയ ഭാഗമാണ്. അത് വ്യാപാരത്തിന്റെ കാര്യത്തിലായാലും പ്രതിരോധത്തിന്റെ കാര്യത്തിലായാലും ഇന്റലിജൻസിന്റെ പങ്കിടലിന്റെ കാര്യത്തിലായാലും G20 ക്വാഡിലെ നമ്മുടെ പങ്കാളിത്തത്തിന്റെ കാര്യത്തിലായാലും യുഎസുമായി സഹകരിക്കുന്നതിന് ഞങ്ങൾക്ക് നിരവധി മാർഗങ്ങളുണ്ട്. തരൂരിൽ മുൻനിർത്തി സ്വന്തം പാർട്ടി പോലും കൊടുക്കാത്ത ഒരു വലിയൊരു പ്രാധാന്യമാണ് തരൂരിന് BJP തന്നെ നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഭാവിയിൽ തരൂർ BJPയിലേക്ക് പോയാലും അത്ഭുതപ്പെടാനൊന്നുമില്ല. കൂടാതെ ഓപ്പറേഷൻ സിന്ദൂറിലടക്കം ഇന്ത്യയുടെ നയതന്ത്ര നീക്കത്തിൽ പാകിസ്ഥാന് വലിയ രീതിയിൽ ഒരു കനത്ത തിരിച്ചടിയാണ് ഇന്ത്യ ഓരോ ദിവസവും നൽകിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാനെ മൊത്തത്തിൽ പൂട്ടാനായിട്ട് ഇന്ത്യ ഒരു മാസ് നീക്കവും നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പാകിസ്ഥാൻ ഇന്ത്യയിൽ വന്ന് ആക്രമണം നടത്തുമ്പോൾ നമ്മൾ ഒരു സർജിക്കൽ അറ്റാക്ക് അല്ലെങ്കിൽ LOC ക്രോസ് ചെയ്തുകൊണ്ട് ഒരു തിരിച്ചടിയാണ് നടത്തുന്നത്. ഇപ്രാവശ്യവും അങ്ങനെ ഒരു ആക്രമണം തന്നെ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നാണ് പാകിസ്ഥാൻ വിചാരിച്ചത്. അങ്ങനെയാണ് അവർ പഹൽഗാമിൽ ഒരു ഭീകരാക്രമണം നടത്തിയത്. പക്ഷേ പാകിസ്ഥാൻ ചിന്തിക്കുന്നതിനപ്പുറത്തേക്കായിരുന്നു നമ്മുടെ തിരിച്ചടി എന്നത് പാകിസ്ഥാന് പിന്നെയാണ് കാര്യങ്ങൾ മനസ്സിലായത്. കാരണം സ്പോട്ടിൽ തന്നെ നമ്മൾ നയതന്ത്ര നീക്കങ്ങളെല്ലാം നടത്തി. പാകിസ്ഥാന്റെ മണ്ണിലേക്ക് എത്തുന്ന വെള്ളം നമ്മൾ അങ്ങ് പിടിച്ചു വെച്ചു. അവിടെ ഇപ്പോൾ വെള്ളമില്ലാതെ അവർ പാക് സർക്കാരിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തുകയാണ്. കൂടാതെ പിറ്റേ ദിവസം ഒരു മോക്ക് ഡ്രിൽ, ഒരു ഭീകരാക്രമണം ഉണ്ടായാൽ എങ്ങനെ പ്രതിരോധം തീർക്കണം അല്ലെങ്കിൽ എങ്ങനെ അതിനെ പ്രതിരോധിക്കണം എങ്ങനെയുമായി ബന്ധപ്പെട്ട് രാജ്യത്തൊരു മോക്ക് ഡ്രിൽ പ്രഖ്യാപിക്കുന്നു. ആ മോക്ക് ഡ്രില്ലിന്റെ അന്ന് രാത്രി, അന്ന് വെളുപ്പാങ്കാലത്ത് തന്നെ പാകിസ്ഥാനിൽ അടിച്ചു കയറുന്നു. ഭീകര ക്യാമ്പുകളെല്ലാം തന്നെ നമ്മൾ തകർത്ത് തരിപ്പണമാകുന്നു. അതിനുശേഷം പാകിസ്ഥാന്റെ എയർബേസ് ക്യാമ്പുകളെല്ലാം തന്നെ തകർത്ത് തരിപ്പണമാക്കി നാമാവിശേഷമാക്കി നമ്മൾ പാകിസ്ഥാനെ കുളിപ്പിച്ച് കടത്തുകയാണ് ചെയ്തത്. അതോടെയാണ് അവർ ഇന്ത്യയുടെ കാല് പിടിക്കാൻ വന്നത്. വെടിനിർത്തൽ, അതായത് സീസ് ഫയറിലേക്ക് കാര്യങ്ങൾ എത്താം എന്ന നിലയിലേക്ക് പാകിസ്ഥാൻ കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയുടെ ഓരോ നീക്കങ്ങളും പാകിസ്ഥാന് ഓരോ ദിവസവും നെഞ്ചുവേദന സൃഷ്ടിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്.